പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ UG അഡ്മിഷൻ ഇനിയുള്ള ഘട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് 7/6/2024. ട്രയൽ അലോട്ട്മെൻറ്റ് മുതൽ കോളേജ് ജോയിനിങ് വരെ ഇനി ഒരുപാട് ഘട്ടങ്ങൾ വരുന്നത് കൊണ്ട് പലതിനുമായി നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്ററിനെ സമീപിക്കുക എന്നുള്ളത് പ്രയാസമുണ്ടാകും. നിങ്ങൾ മൊബൈലിൽ തന്നെ കാര്യങ്ങൾ ലോഗിൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉചിതം. ഇതിനെല്ലാം നിങ്ങളെ സഹായിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോകൾ ഓരോ ഘട്ടങ്ങളിലും പരമാവധി ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ക്യാപ് ഐഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നൽകി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് SMS ആയിട്ട് വന്നിട്ടുണ്ടാകും. ആദ്യം വരുന്നത് ട്രയൽ അലോട്ട്മെൻ്റ് ആണ്. ആപ്ലിക്കേഷൻ്റെ സമയം അവസാനിച്ചതിന് ശേഷം 7/6/2024 ശേഷം 1-2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞായിരിക്കും അത് പ്രസിദ്ധീകരിക്കുക എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്നലെ അറിയിച്ചിരുന്നത്. ട്രയൽ വരുന്ന സമയത്താണ് അവസാനമായിട്ട് ഓപ്ഷനിൽ മാറ്റങ്ങൾ വരുത്താനും അതുപോലെ തന്നെ അപേക്ഷയിൽ വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ തിരുത്താനുമുള്ള അവസാനത്തെ അവസരമായിട്ട് നിങ്ങൾ ലഭിക്കുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുകയാണ് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ PDF ഫയൽ സൂക്ഷിക്കുകയോ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുകയോ വേണം. പിന്നീട് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾ വരുന്ന സമയത്ത് പുതിയ ഓപ്ഷനൊന്നും നൽകാൻ വേണ്ടി സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നൽകിയിട്ടുള്ള ഓപ്ഷനിൽ ആവശ്യമില്ലാത്തവ ഉണ്ട് എങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 3 അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്. അതിനുശേഷം കോളേജുകളിലുള്ള സീറ്റ് വേക്കൻസികൾ ഫിൽ ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. ആ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് അഡ്മിഷൻ നൽകുകയാണ് ചെയ്യുക. കൂടാതെ SC/ST വിഭാഗങ്ങൾക്ക് മാത്രമായി സ്പെഷ്യൽ അലോട്ട്മെൻറ്റും 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം നടത്തുന്നതായിരിക്കും. ഏത് ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി ലഭിച്ച സീറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി നൽകേണ്ട ഫീസാണ് മാൻഡേറ്ററി ഫീസ്. ഇത് SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 135 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 540 രൂപയുമാണ് വരിക. മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നിങ്ങൾ നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതുമല്ല. ഈ ഒരു തുക നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ സമയത്ത് നൽകേണ്ട ആകെത്തുകയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഈ ഒരു തുക കഴിച്ച് ബാക്കിയുള്ള തുക മാത്രം അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കോളേജിൽ നൽകിയാൽ മതിയാകുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ സമയം 7-ന് അവസാനിച്ചാൽ ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കൂടാതെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിലുള്ള കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ ഇതുമായെല്ലാം ബന്ധപ്പെട്ട ഷെഡ്യൂൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതായിരിക്കും. സാധാരണ അങ്ങനെ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനും ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം വരുന്ന വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ പല കോളേജുകളിലും ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാകും. അങ്ങനെ ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഓരോ കോളേജിലെയും റാങ്ക് ലിസ്റ്റ് അവർക്കുള്ള ഇൻഡെക്സ് അനുസരിച്ച് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതാണ് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ്. ആ ഒരു വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഓരോ കോളേജിലും വേക്കൻസി വരുന്ന സീറ്റുകൾ ഫിൽ ചെയ്യപ്പെടുന്നത്. വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലെ നിങ്ങൾക്കുള്ള സ്ഥാനം എത്രയാണ് എന്ന് വെബ്സൈറ്റ് ലോഗിനിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൂടാതെ അഡ്മിഷനുള്ള സാധ്യതയുണ്ട് എങ്കിൽ കോളേജിൽ നിന്ന് നിങ്ങളെ ബന്ധപ്പെടുന്നതുമായിരിക്കും. അതിനേക്കാൾ ഉപരി നല്ലത് നിങ്ങളുടെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം മനസ്സിലാക്കി കോളേജുമായി അങ്ങോട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് സാധാരണ വർഷങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാറുണ്ട്. കാരണം 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമായിരിക്കും പലപ്പോഴും കീം അതുപോലെ തന്നെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷനൊക്കെ വരിക. നിലവിൽ പല കോളേജുകളിലും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് കോളേജുകളിൽ നിന്ന് TC വാങ്ങി അതിലേക്കായിട്ട് മാറി ജോയിൻ ചെയ്യാറുണ്ട്. അങ്ങനെ നിരവധി വേക്കൻസികൾ വരാറുണ്ട്. അങ്ങനെയുള്ള വേക്കൻസികളൊക്കെ ഫിൽ ചെയ്യപ്പെടുന്നത് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു സാധ്യതയാണ് എയ്ഡഡ് കോളേജുകളിലുള്ള കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ. കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് വേണ്ടി നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി കോട്ട എന്ന ഭാഗത്ത് യെസ് എന്ന് നൽകി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി അഡ്മിഷൻ സാധ്യതയുള്ള കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിലെ സ്ഥാനം വെബ്സൈറ്റ് ലോഗിനിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. സ്കോർ കുറഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള വലിയൊരു അവസരമാണ് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് അഡ്മിഷൻ. കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ നിങ്ങൾക്ക് കോളേജുമായി ബന്ധപ്പെടാവുന്നതാണ്. കോളേജുകാരും നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. അതുവഴി അഡ്മിഷൻ ലഭിച്ചാലും നിങ്ങൾ കൂടിയ ഫീസൊന്നും നൽകേണ്ട ആവശ്യമില്ല. സാധാരണ എത്രയാണോ ഒരു കോളേജിൽ അഡ്മിഷനായിട്ട് നിങ്ങൾ നൽകേണ്ടത് അതേ തുക തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലും നൽകിയാൽ മതിയാവുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾ കോളേജിൽ നേരിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല.
സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്താണ് കോളേജിൽ നേരിട്ട് പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. എല്ലാ സർട്ടിഫിക്കറ്റ്സും നൽകി അഡ്മിഷൻ എടുക്കേണ്ടത്. എന്തൊക്കെ രേഖകളാണ് അഡ്മിഷനായിട്ട് ആവശ്യമായിട്ട് വരിക എന്നതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോ പിന്നീട് ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് കോളേജുകളിൽ പോയി ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കൂടാതെ താൽക്കാലിക അഡ്മിഷൻ ഫീ പേയ്മെൻറ്റ് നടത്താതെ സർട്ടിഫിക്കറ്റ്സ് മാത്രം നൽകി താൽക്കാലിക അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് സ്ഥിര അഡ്മിഷൻ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഉയർന്ന ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ, അവർക്കാണ് താൽക്കാലിക അഡ്മിഷൻ സാധ്യമാവുക. ഇനി തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് എല്ലാവരും കോളേജുകളിൽ ഫീ പേയ്മെൻറ്റ് നടത്തി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പക്ഷേ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് മുന്നിലുള്ള ഓപ്ഷനുകൾ നിലനിർത്തിക്കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ ഹയർ ഓപ്ഷൻ നിലനിർത്തി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ, അലോട്ട്മെൻ്റ് അല്ല വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് വഴി അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ അവിടേക്ക് പോയി ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ആ കോളേജിൽ നൽകിയ ഫീസിൻ്റെ ഒരു ഘട്ടം നിങ്ങൾക്ക് നേരിട്ട് തിരികെ തരുന്നതായിരിക്കും. ബാക്കിയുള്ള തുക മറ്റ് കോളേജിലേക്ക്, അതായത് നിങ്ങൾ രണ്ടാമത് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതുമായിരിക്കും. യൂണിവേഴ്സിറ്റി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. ഓരോ ഡീറ്റെയിൽസുകളും അടങ്ങിയിട്ടുള്ള വീഡിയോകൾ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അവർക്കും നന്ദി, നമസ്കാരം.